ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. പുതുവർഷത്തിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ പ്രത്യേകമായി നമുക്കിന്ന് ദേവാലയത്തിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യാനായി ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അത്രയും സ്നേഹമുള്ള സുല്ലച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകൻ അഭിനേശ്വർ സാറ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചച്ചൻ, അതുപോലെ സെമിനാരിയിലെ മറ്റ് സ്റ്റുഡൻസ്, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റു. പ്രിയപ്പെട്ട കൊച്ചമ്മ, പ്രിയപ്പെട്ട സാറ്, സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും സമയത്ത് അറിയിക്കും. ഇവിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടെ ഞാൻ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരികയും മിഷൻ്റെ ഒരു സമ്മേളനം നടന്ന സമയത്ത് ഇവിടെ വന്ന് വലിയൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഇടയായത് ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. ഈ വർക്കലയിൽ, ശിവഗിരിയിൽ നമുക്ക് വളരെ നല്ല ഒരു ഇടം ദൈവം തന്നു. വളരെ നല്ലൊരു പ്രസ്ഥാനം ദൈവം നമുക്ക് തന്നു. ഇക്കാലം അത്രയും വളരെ അത്ഭുതകരമായി അതിനെ ദൈവം വഴി നടത്തി. അവിടെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അവരെ എല്ലാവരും ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റു. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ചെയർമാനച്ഛനും അല്പസമയത്തിന് ശേഷം ഫിലിപ്പച്ചനും വന്നു ചേരും. അച്ഛനെയും അച്ഛൻ്റെ സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് വിവിധങ്ങളായ ശുശ്രൂഷകളാകും നടത്തപ്പെടുന്നത്. ആരാധന, അതുകൂടാതെ വിശുദ്ധ സ്നാന ശുശ്രൂഷ, അതോടൊപ്പം തന്നെ സ്ഥിരീകരണ ശുശ്രൂഷയൊക്കെയും നടത്തപ്പെടുന്നു. ഇത് നോമ്പിൻ്റെ കാലഘട്ടം കൂടെ ആകുന്നുവല്ലോ. ഇന്ന് നമ്മൾ വായിച്ച് കേട്ട വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഈ സീസണിൽ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷ വേദഭാഗം കൊണ്ട് വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, ഏതാനും വാക്യങ്ങളും കൂടെ ഞാൻ വായിക്കാം. ഒന്നുകൂടെ വായിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം തുടങ്ങിയുള്ള ഏതാനും വാക്യങ്ങൾ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിച്ചിരിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളുടെ പാപങ്ങളെ മോചിപ്പാൻ അങ്ങ് കാൽവഴിയിൽ യാഗമായി തീർന്നല്ലോ. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ ക്രൂശ് മരണത്തെക്കുറിച്ച്, അങ്ങയുടെ കഷ്ടപ്പാടിനെക്കുറിച്ചൊക്കെയും ചിന്തിക്കുന്ന അവസരമാകുന്നുവല്ലോ. ഈ ചിന്തകൾ ഞങ്ങളെ അങ്ങയോട് കൂടുതൽ അടുത്ത് വരുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടെ നമുക്ക് ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അടിയൻ പറയുന്നപ്പുറമായ ആഴങ്ങളെ, അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വത്തിൽ അങ്ങ് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. പാപങ്ങളെ മോചിക്കുന്ന ഒരു ദൈവം നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കിയാലും കഴിഞ്ഞ കാലങ്ങളെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോഴും എല്ലാ മതങ്ങളിലും മനുഷ്യൻ ദൈവത്തോട് അടുത്ത് ചെല്ലാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവം അങ്ങനെ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി
അവനെ ദൈവം അനുഗ്രഹിച്ചു, എല്ലാവിധമായ സൗഭാഗ്യങ്ങൾ അവന് നൽകി. ഭൂമിയിൽ നീ അനവധിയായി പെരുകാനായിട്ട് പറഞ്ഞുള്ള അനുഗ്രഹങ്ങളും കൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന, നിർദ്ദേശം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തതുകൊണ്ട്, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചതുകൊണ്ട് അവന് ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് അവനെ പുറത്താക്കി. ആ പുറത്താക്കപ്പെട്ട മനുഷ്യനെ വീണ്ടും ഏദൻ്റെ അനുഭവത്തിലേക്ക്, നിത്യസ്വഭാവത്തിലേക്ക് ചേർക്കുവാൻ ദൈവം അന്ന് തൊട്ടേ പരിശ്രമിക്കുന്നത്, മുൻകൈ എടുക്കുന്നത് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഫലമായി അതിൻ്റെ ആ ഒരു വലിയ രക്ഷണ്യവേല, നമ്മൾ വേദോസ്തത്തിൻ്റെ അടിസ്ഥാന ആത്മീയമായിട്ട് നമ്മൾ പറയുമ്പോൾ രക്ഷണ്യവേല എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷണ്യവേലയിൽ ദൈവം പല രീതിയിൽ മനുഷ്യനോട് ഇടപെടുന്നത്, വ്യക്തിപരമായും കൂട്ടമായിട്ടും ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനേക പ്രവാചകന്മാരെ ദൈവം വായിച്ചാണ് കാണുവാൻ സാധിക്കും. ദൈവം അബ്രാഹാമിനെ പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കുകയും അവനിലൂടെ ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നുള്ള പേരിൽ അവർ അറിയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ എങ്ങനെയാണ് അവരോട് ഇടപെട്ടത് എന്നുള്ള ചരിത്രങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ, പഴയ നിയമ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരുന്നതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പാപമാണ്. നമ്മൾ ഒന്നാം പാഠമായിട്ട് വായിച്ച വേദഭാഗം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇസ്രായേലിലെ എക്കാലത്തെയും പ്രഗത്ഭനായ, ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് ദാവീദ് രാജനെ പോലെ ഒരു രാജാവ് അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല എന്ന് തിരുവചനം തന്നെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം രാജ്യഭാരം ഭരണം നടത്തിയ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ജനത്തെ ദൈവപക്ഷം ചേർത്ത് നിർത്തുവാൻ അങ്ങേയറ്റം ഉത്സാഹിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ മാറാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാ സമയത്തും ചെയ്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു രാജാവ് എന്ന, ഏറ്റവും ദൈവത്തിന് വേണ്ടി യുദ്ധങ്ങൾ നടത്തിയ ഒരു രാജാവ് എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാവീദ് രാജാവ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഊരിയാവിൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് എടുക്കാൻ വേണ്ടി രാജാവ് ചെയ്ത ഒരു ഹീനകൃത്യം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അവിടെ അവൻ അതാരും കാണാതെ ചെയ്തു. എങ്കിലും നാഥാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ അരുളപ്പാടനുസരിച്ച് ആ പാപത്തെക്കുറിച്ച്, ആ തെറ്റിനെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് ചെല്ലുകയും കഥ വിവരിക്കുന്ന സമയത്ത് അതിലെ അനീതി കണ്ട ദാവീദ് രാജാവ്, അങ്ങനെ നൂറുകണക്കിന് ആടുകൾ, ആയിരക്കണക്കിന് ആട്ടിൻകൂട്ടങ്ങളുള്ള ഒരു ധനവാൻ, അവൻ അതിൽ ഒരു ആടിനെ തൻ്റെ അടുക്കൽ വന്ന കൂട്ടുകാരന് വേണ്ടി, അല്ലെങ്കിൽ വഴിപോക്കിന് വേണ്ടി പാകം ചെയ്യാൻ എടുക്കാതെ തൻ്റെ അടുത്തുണ്ടായിരുന്ന ദരിദ്രനായ ആ ഒരു മനുഷ്യൻ്റെ ഏക ആടിനെ അതിനെ പിടിക്കുകയും അതിനെ തൻ്റെ അടുക്കൽ വന്ന വഴിയാത്രികന് പാകം ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അനീതി മനസ്സിലാക്കിയ ദാവീദ് രാജാവ് പൊട്ടിത്തെറിയുന്നത് കാണാൻ സാധിക്കും. അവൻ എത്ര വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അവനെ മരണശിക്ഷ അനുഭവിക്കണമെന്ന് പറയുന്നു. അപ്പോഴാണ് നാഥാൻ പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് തെറ്റിനെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നു. തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അന്നതാപമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുതപിച്ചു, പാപം ചെയ്തു, ഏറ്റുപറഞ്ഞു. ഉടനെ നാഥാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, അവൻ്റെ പാപം ക്ഷമിച്ചു എന്ന് അവനോട് പറയണം, നീ മരിക്കുകയില്ല എന്ന് അവനോട് പറയണം എന്ന് പറഞ്ഞ് അവിടെ ഒരു പാപമോചനം അവിടെ പ്രഖ്യാപിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എക്കാലത്തും ദൈവവും മനുഷ്യനുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് അവൻ്റെ പാപമാണ്. നോമ്പ് കാലങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത് എന്താണ്? നമ്മളൊക്കെയും ദൈവത്തിൻ്റെ മക്കൾ എന്ന് നമ്മൾ വേറെ പറ്റ ആൾക്കാരാണല്ലേ. ദൈവമക്കൾ എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്? ഇന്ന് നമ്മൾ വിശുദ്ധ ബപ്തിസ്മയുണ്ട്, സ്നാനമുണ്ട്. സ്നാനത്തിലൂടെ ഒരു പൈതൽ ദൈവമകനായി ദൈവമകളായി തീരുകയാണ് ചെയ്യുന്നത്. അതുവരെ ആ ദേവാലയത്തിൽ സ്നാനപ്പെടാനായിട്ട് കൊണ്ടുവരുന്നിടം വരെ ആ പൈതൽ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞാണ്. ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുന്നതിലൂടെ, വിശുദ്ധ ബപ്തിസ്മ കഴിയുന്നതിലൂടെ ആ പൈതൽ ദൈവ പൈതലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞ്, ലോകപ്രകാരമുള്ള ഒരു കുഞ്ഞ് ദൈവാലയത്തിൽ കൊണ്ടുവന്ന്
ആ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ, ബപ്തിസപ്പെടുത്തുമ്പോൾ അത് ദൈവപൈതലായിട്ട് മാറുകയാണ്, ദൈവരാജ്യത്തിന് അവകാശിയായിട്ട് മാറുകയാണ്. ക്രിസ്തു എന്ന സഭയുടെ അംഗമായിട്ട് അവൾ തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് അവൻ ദൈവപൈതലാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അവൻ വീണ്ടും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവൻ ഏറ്റുപറയേണ്ടതാണ്. ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനത്തിൽപ്പെടുന്ന ആളാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. സ്വന്തം ജനത്തെ നയിക്കാൻ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വിരുദ്ധമായിട്ട്, ദൈവത്തിൻ്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായി, കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് പാപം ചെയ്തപ്പോൾ പാപം ഏറ്റുപറയുന്നു. പാപം ഏറ്റുപറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനത്തേക്ക് ദാവീദ് ദൈവഭാഗത്തെ ചേർന്ന് വരുന്നത് കാണുവാൻ സാധിക്കും. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നാണ് തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ്, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരുന്ന ആളുകൾ, ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുക്ക് വന്നു. അവരെല്ലാം തിങ്ങി നിറഞ്ഞിരുന്നതുകൊണ്ട് അവൻ്റെ അടുക്കൽ നേരിട്ട് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ ചെയ്യുന്ന കാര്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം തൊട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആളുകൾ ആ വീടിന് ചുറ്റും ഇങ്ങനെ തടിച്ചു കൂടിയിരുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയിരുന്നത് കൊണ്ട് അവരിരുന്ന് വീടിൻ്റെ മേളിൽ അവിടെ അവനെ കൊണ്ടുവന്നു. മേൽപ്പര ഒളിച്ച് അവനെ യേശുവിൻ്റെ അടുത്ത് ഇറക്കി വെച്ചു എന്ന് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സൗഖ്യം ലഭിക്കും എന്നുള്ള വിശ്വാസം ആ കൊണ്ടുവന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ട് അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അത് മനസ്സിലാക്കി യേശു പറയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന്. അവന് പക്ഷപാതം ഉണ്ടാകാൻ കാരണം, അല്ല രോഗാവസ്ഥയെ വരുവാൻ കാരണമായി തീർന്ന പാപമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പാപം മോചിക്കപ്പെട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭാഷണം അവിടെ പറയുന്നുണ്ട്. അവർ കേട്ട ആൾക്കാർ പറയാണ്, പാപം മോചിപ്പാൻ ആർക്കും അധികാരമില്ല, അത് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളത്. അപ്പോൾ യേശു അവിടെ പറയുന്നത്, പാപം മോചിപ്പാൻ ദൈവപുത്രന് അധികാരമുണ്ട് എന്ന് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുകയും അവനോട് കിടക്കയെടുത്തുകൊണ്ട് പോകാനായിട്ട് പറയുകയും ചെയ്യുന്നവൻ എഴുന്നേറ്റ് പോയി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയെല്ലാം എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പാപം മോചിപ്പാനായിട്ട് ദൈവം മുന്നിട്ടിറങ്ങുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപം മോചിപ്പാനായി ദൈവം മുന്നിട്ടിറങ്ങുന്നു. മനുഷ്യനെ രക്ഷിപ്പാൻ, എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു ദൈവം. അതിൻ്റെ വിശുദ്ധ തിരുവചനം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, മനുഷ്യരെ രക്ഷിപ്പാൻ, ഏതിനിൽ നിന്ന് അറ്റുപോയ ആ ബന്ധത്തിലേക്ക് മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുവാനായിട്ട് ദൈവം ധാരാളം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനമായി തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് നമ്മുടെ കാണാൻ സാധിക്കും. അവിടെ യേശുവിനെ അവിടെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ ദൈവപുത്രനാണ് അവിടെ പാപങ്ങൾ മോചിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മെ പലപ്പോഴും ദൈവത്തിന് അകറ്റുന്നത്, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിൽ വരുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പാപങ്ങളാണ് അതിന് മുഖാന്തരമായി തീരുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരുന്നു എന്ന് ഈ തിരുവെഴുത്തുകളെല്ലാം സാക്ഷിക്കും. നമ്മൾ എത്രമാത്രം അത് വിശ്വസിക്കുകയും എത്രമാത്രം അതിലെ പങ്കുചേരുകയും ചെയ്യുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവിടെ ഓർപ്പിക്കട്ടെ. നമ്മൾ CSAക്കാർക്ക് പാപം ഏറ്റുപറച്ചിലുണ്ടോ? ഉണ്ടോ? CSAക്കാർക്ക് പാപം ഏറ്റുപറച്ചിലുണ്ടോ? പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ചോദ്യം ഇവിടെ ഒന്ന് ഒരു പക്ഷേ ചോദിക്കുമായിരിക്കും അല്ലേ? എന്നാലും ചോദിക്കുകയാണ്, CSAക്കാർ ആരാധനയ്ക്ക് പാപം ഏറ്റു പറയുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം അല്ലേ? ഉണ്ട്. ഒരാൾ ഉറക്കെ പറഞ്ഞിരിക്കുന്നു, ഉണ്ട്. ശരിയാണ്, പാപമേറ്റ് പറയുന്നുണ്ട്. പാപമേറ്റ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ സംസർഗത്തിലേക്ക് വരുന്നത്. കമ്മ്യൂണിയം കൈക്കൊള്ളാൻ വരുന്നത് പാപമേറ്റ് പറഞ്ഞതിന് ശേഷമാണ്. അത് വിശുദ്ധമാണ് അല്ലേ? ഇത് ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ പ്രതീകങ്ങളാണ് അപ്പവും വീഞ്ഞും അല്ലേ?
അത് നമ്മൾ കൈക്കൊള്ളാൻ വരുമ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്നു, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൂടെ പറഞ്ഞിട്ടുണ്ട് തന്നെ എന്ത് ചെയ്യണം, ശോധന ചെയ്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ യോഗ്യത നേടിക്കൊണ്ട് വേണം ഈ കർത്തൃമേശയിലേക്ക് വരാൻ. നോമ്പ് കാലം ഈ കാര്യങ്ങളെക്കുറിച്ച് തലമുറകൾക്ക് അറിവ് കൊടുക്കാനായിട്ട് സഭ എന്ത് ചെയ്തിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ചാമ്പൽ ബുധൻ, പിന്നെ ബുധനും വെള്ളി പ്രാർത്ഥന, കഷ്ടാനുഭവം ചെയ്യുമ്പോൾ രാവിലെ വൈകുന്നേരം പ്രാർത്ഥന അല്ലേ, വ്യാഴാഴ്ച ഹോസന ഞായറാഴ്ച ആചരണം, പിന്നെ പെസഹ വ്യാഴം ആചരണം, വലിയ വെള്ളി നോമ്പ്, തിരുമൊഴി ധ്യാനങ്ങൾ, ഉയർപ്പ് ഞായറാഴ്ച ആരാധന. ഇതെല്ലാം ഓരോ വർഷവും നമ്മൾ അങ്ങനെ കൊണ്ടാടുന്നത് ഓരോ വളർന്നു വരുന്ന തലമുറകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം കൊടുക്കണം, ബോധം കൊടുക്കണം, അറിവ് കൊടുക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം, ദൈവത്തിലുള്ള ദൈവപുത്രൻ മൂലം നമുക്കുള്ള ദൈവസന്നിധിയിലെ പ്രവേശനത്തെക്കുറിച്ച്, പാപക്ഷമയെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച് എല്ലാം പുത്തൻ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം സഭ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ പ്രായമുള്ളവർ ആചരിക്കുമ്പോൾ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ നമ്മുടെ മക്കളും നമ്മുടെ അനിയന്മാർ, അനിയത്തിമാർ, കുഞ്ഞുങ്ങൾ അവരെല്ലാം അത് കണ്ട് എന്ത് ചെയ്യും, അത് കണ്ട് വളരുകയും ആ വിശ്വാസത്തിലേക്ക് അവർ വളർത്തപ്പെടുകയും ചെയ്യും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ വേണ്ട രീതിയിൽ കാണാതെ, അതിന് മഹത്വം കൊടുക്കാതെ, അതിന് വേണ്ട രീതിയിൽ വില കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ ആരും വില കൊടുക്കത്തില്ല, നമ്മുടെ സന്തതി പരമ്പരകളും വില കൊടുക്കത്തില്ല. മറന്നു പോകരുത്. നമ്മൾ ചെയ്യുന്നത് കണ്ട് തന്നെയാണ് ആര് പഠിക്കുന്നത്, നമ്മുടെ മക്കൾ പഠിക്കുന്നത് അല്ലേ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, നമ്മളെ കാണാത്ത കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. കാരണം ലോകം അങ്ങനെയാണ്. എങ്കിൽ നമ്മൾ അവരെ കഴിയുന്നത്ര എന്ത് ചെയ്യണം, നമ്മുടെ ഒരു തെറ്റുകുറ്റങ്ങൾ കണ്ടെന്ത് ചെയ്യരുത്, അവർ വഴിതെറ്റി പോകാനിടയായി. സ്നാന സമയത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഈ പൈതൽ കുഞ്ഞുങ്ങളാകുമ്പോഴാണ് സ്നാനപ്പെടുന്നത്. ഈ പൈതൽ സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടതിന് നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഏതെങ്കിലും മോശം പ്രവൃത്തി മൂലം ഈ കൊച്ച് അത് കണ്ടുപഠിച്ച് വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കന്മാരുടെയും തെറ്റായ ജീവിത രീതി ഈ കൊച്ചു കണ്ട് എന്ത് ചെയ്യരുത്, അവൻ വഴിതെറ്റിപ്പോകാനായിട്ട് ഇടയായി തീരരുത്. അങ്ങനെ ചെയ്യുമോ, ചെയ്യത്തില്ലെന്ന് പറഞ്ഞാണ് ഇത് പോകുന്നത് അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത. ചെയ്യത്തില്ല, ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല. കൊച്ച് പ്രായമായി വരുന്നിടം വരെ, സ്ഥിരീകരണത്തിനായിട്ട് കൊച്ച് കൊണ്ടുവരുന്നിടം വരെ, അവരെ അത് സ്വയം പ്രതിജ്ഞകൾ ഏറ്റെടുക്കുന്നിടം വരെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ കൊച്ചിനെ അനുകരിക്കാൻ കൊള്ളാത്ത ഒരു സംഗതികളും ചെയ്യത്തില്ലെന്നാണ് അവർ. എല്ലാ ചീത്തത്തരങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്ന് മറന്നു പോകരുത്. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ ജീവിത രീതികൾ എല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു. അത് കണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്, പാപത്തിലേക്ക് പോകാൻ ഇടയാകരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിപക്ഷം. ഞാൻ പറഞ്ഞു വരുന്നത്, പാപം എന്തു ചെയ്യുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നമ്മൾ പാപം ഏറ്റു പറയുന്നുണ്ടോ? പാപം ഏറ്റു പറയുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ പാപം ഏറ്റു പറഞ്ഞോ? കമ്പനി സർവീസുള്ള ഞായറാഴ്ചയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, പാപം ഏറ്റു പറഞ്ഞോളൂ അല്ലേ. ഇന്ന് നമ്മൾ പാപം ഏറ്റു പറഞ്ഞോ? അല്ല, അങ്ങനെ അച്ഛനാണുള്ള ആരാധന എടുത്ത് നിങ്ങൾ കേട്ടായിരുന്നോ, കണ്ടായിരുന്നോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇന്ന് CSI പള്ളി, ഈ പള്ളിയിലെ ആരാധനയ്ക്ക് പാപം ഏറ്റു പറഞ്ഞായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. കൈവക്കാൻ പറയുന്നില്ല, കാരണം കുറച്ചാൾ മുമ്പ് ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു, 250 ആൾക്കാരുണ്ടാകും, ഒറ്റയാളാണ് കൈവക്കി. പാപമേറ്റ് പറഞ്ഞവർ എത്ര പേരെന്ന് ചോദിച്ചോ, കൈവക്കാൻ പറയുമ്പോൾ ഒരാൾ കൈവക്കി. പലർക്കും പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ സംഭവം CSIക്കാർക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ പാപമേറ്റ് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, എങ്ങോട്ട് വരേണ്ടത്, ഈ വിശുദ്ധ സംസർഗത്തിന് വരേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരാധന പസ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വിശുദ്ധ വസ്തുക്കൾ ആർക്കാ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്, ദൈവത്തിൽ നിന്നുള്ളത് ദൈവജനങ്ങൾക്ക്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ള. അവിടെ ദൈവത്തിൽ നിന്നുള്ളത് ദൈവജനങ്ങൾക്ക്, വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. പാപമേറ്റ് പറഞ്ഞാൽ പിന്നെ അവരാരായി തീർന്നു, വിശുദ്ധരായി തീർന്നു. ഓർക്കണം, ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.
പാപമേറ്റു പറഞ്ഞാൽ അവരാരായിത്തീർന്നു? വിശുദ്ധരായിത്തീർന്നു. അവർ മരിക്കുകയില്ല. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറയുന്നത് അതാണ്. ദാവീദ് പറയുന്നു, നാഥാൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് നീയാണ് തെറ്റ് ചെയ്തത് അല്ലേ, എന്ത് ഹീനകൃത്യമാണ് നീ ചെയ്തത്, എന്തൊരു കൊലപാതകമാണ് നീ ചെയ്തത്, നിനക്ക് ഇത്രയും സൗഭാഗ്യം ഉണ്ടായിട്ട് ഞാൻ നിനക്ക് തന്നിട്ട്, ദൈവം പറയാണ് തന്നിട്ട് നീ അതൊന്നും ഓർക്കാതെ ഈ ഒരു കാര്യം ചെയ്ത് മഹാ തെറ്റായിപ്പോയി, അതുകൊണ്ട് നീ മരിക്കും, നിന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. എന്തെല്ലാം തെറ്റുകളാണ്, എന്തെല്ലാം ശിക്ഷകളാണ് അവൻ്റെ മേൽ പറഞ്ഞത് എന്ന് നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. ഉടനെ ദാവീദ് പറയാണ്, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി ദൈവമേ. അത് ചുരുക്ക വാചകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പാപം ഏറ്റു പറഞ്ഞ പക്ഷെ അവൻ നിലവിളിച്ച് കാണും. ഉടനെ നാഥാൻ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവനോട് പറ നിന്റെ പാപം എന്ത് ചെയ്തിരിക്കുന്നു, പാപം മോചിച്ച് തന്നിരിക്കുന്നു. ഉടനെ അടുത്തൊരു വാക്ക് പറയുന്നത്, നീ എന്ത് ചെയ്യത്തില്ല, എന്ത് ചെയ്യത്തില്ല, മരിക്കത്തില്ല, മരിക്കും എന്നാണ് പറഞ്ഞത്. പാപം ക്ഷമിച്ചപ്പോൾ എന്ത് പറ്റി? മരണം നീങ്ങിപ്പോയി. ഓർക്കണം, പാപം ഏറ്റു പറഞ്ഞപ്പോൾ എന്ത് മാറിപ്പോയി? മരണം നീങ്ങിപ്പോയി. അത് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം പാപം ക്ഷമിക്കുന്നത്, ഏതവസ്ഥയിലാണ്, അതിനുശേഷം അവൻ എന്താണ് ലഭിക്കുന്നതെന്ന് ഇവിടെ ദാവീദിൻ്റെ ജീവിത ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. കൽപ്പന ലംഘിച്ചു ദാവീദ് അല്ലേ. നമ്മളെ എങ്ങനെയാണ് പാപം ഏറ്റു പറയുന്നത്? പാപം ഏറ്റു പറയുന്നതിന് ഒരു നമ്മളെ സേസക്കാരായ നമുക്ക് ലിറ്റർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ലിറ്റർജി ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ആരാധന പുസ്തകം എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ആരാധന പുസ്തകം കൊണ്ടുവന്നിട്ട് അത് നോക്കി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആരാധനയിൽ പങ്കുചേരാൻ. കാരണം ലിറ്റർജിയാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതിവാക്യം പറയാനൊക്കെ ആയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. ഇല്ലാതെ ആരാധനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. കൽപ്പന പറഞ്ഞു കഴിഞ്ഞ്, കൃപാമൊഴികൾ പറഞ്ഞു കഴിഞ്ഞ് എന്താണ്, പാപക്ഷമയാണ് വരുന്നത്. പാപം ഏറ്റു പറഞ്ഞ് മൗനമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന ഏറ്റു പറയും അല്ലേ. കൽപ്പന വായിച്ച് കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, പാപം ഏറ്റു പറയുന്നത്. ശ്രദ്ധിച്ചാണ്, കൽപ്പന പറഞ്ഞു കഴിഞ്ഞാണ് പാപം ഏറ്റു പറയുന്നത് അവസരം. കൽപ്പന അച്ഛൻ വായിച്ചു കഴിഞ്ഞ് കൃപാമൊഴികളും പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പാപം ഏറ്റു പറയാനുള്ള പ്രാർത്ഥന. പത്ത് കൽപ്പന, വേറെ കൽപ്പനയല്ല, 10 കൽപ്പനയാണോ വായിക്കുന്നത്. കൽപ്പനയുടെ ചുരുക്കമാണ് വായിക്കുന്നത്. ഇന്ന് വായിച്ചത് കൽപ്പനയുടെ ചുരുക്കമാണ്. കൽപ്പനയുടെ ചുരുക്കം വായിച്ചിട്ട് പറയാണ് പാപം ഏറ്റു പറയാനായിട്ട് പറയാണ്. നമ്മൾ എന്നാ പറയും, നിങ്ങൾ എന്നാ ഇന്ന് പറഞ്ഞത്, എന്ത് പാപം നമ്മൾ ഏറ്റു പറഞ്ഞു? അത് പോയതുപോലും അറിയില്ലല്ലേ, അത് എവിടെയാത് പോലും അറിയത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും അല്ലേ. ആർക്കുള്ളതായത് പാപമേറ്റു പറഞ്ഞ് വിശുദ്ധന്മാരും വിശുദ്ധകളുമായി തീർന്ന ആൾക്കാർക്കുള്ളതാണ് ഇത് അല്ലേ. ഏത്? കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ. വിശുദ്ധ വസ്തുക്കൾ ആർക്ക്? വിശുദ്ധർക്ക്. മറന്നു പോകരുത്, വിശുദ്ധ വസ്തുക്കൾ ആർക്ക്? വിശുദ്ധർക്ക്. ദൈവത്തിൽ നിന്നുള്ളത് ഇത് ആർക്ക്? ദൈവജനങ്ങൾക്ക്, ദൈവമക്കൾ. ഓർക്കണം, എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായത്? നമ്മൾ ഇതിനിങ്ങോട്ട് വരാൻ യോഗ്യത നേടുന്നത് എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞ് ഇത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതിനെക്കുറിച്ചുള്ള പഠിപ്പീരെല്ലാം എവിടെ ചെയ്യുന്നുണ്ട്? സ്ഥിരീകരണ ക്ലാസ്സിലാണ് അതിനെ പഠിപ്പീര് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിനിമം 14 വയസ്സെങ്കിലും വേണം എന്ത് ചെയ്യാൻ, ഈ സ്ഥിരീകരണ ക്ലാസ്സിൽ ചേരാൻ എന്ന് പറയുന്നത്. കാരണം വേദവചനം പഠനം അനുസരിച്ച് നമ്മുടെ രീതിയൊക്കെ അനുസരിച്ച് ആ സമയമാകുമ്പോൾ വേദപഠനത്തിൻ്റെ ഒരു കാൽഭാഗമൊക്കെ അരഭാഗമൊക്കെ ആവുള്ളൂ, 40% ആവുമായിരിക്കും. സീരിയസ് ആയിട്ടുള്ള തിരുവചന പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല. അതിനിപ്പോഴാണ് 14 വയസ്സാകുന്നത്. നമ്മൾ 14 വയസ്സ് വെച്ചിരിക്കും. പണ്ടൊക്കെ അതിനേക്കാളും കൂടിയ പ്രായമായിരുന്നു, 21 വയസ്സായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് 18 വയസ്സായി. പിന്നെ അത് കുറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 14ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുകയാണ്. 14 വയസ്സുള്ള ആൾക്കാർ ഇതിൻ്റെ സ്ഥിരീകരണ ക്ലാസ്സിൽ ചേർത്ത് അവരെ സ്ഥിരീകരണം കൊടുക്കുകയും വീണ്ടും അവർ സൺഡേ സ്കൂളിൽ ചേർന്ന് തിരുവചനം പഠിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ പഠിപ്പീര്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പല സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങനെ പഠിക്കാൻ സമയം കിട്ടാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും തിരുവചന പഠനം നമ്മൾ തുടരേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അതല്ലേ. കൽപ്പന വായിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അത് ഏറ്റു പറയുന്നതിനെക്കുറിച്ചും കാണാൻ പറയാം. ഇനിയാണെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ആദ്യം തൊട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രാർത്ഥന തുടങ്ങി വന്നു. അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിനുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ കൃപാമൊഴികൾ എന്ത് ചെയ്യുന്നു,
അത് പറയുന്നു. കൃപാവഴികൾ പറഞ്ഞതിന് ശേഷം പാപം ഏറ്റുപറച്ചിൽ കൽപ്പന അനുസരിച്ചാണ് നമുക്കതൊരു ഒരു ഒരു ഫോർമാറ്റ് പോലെ തന്നിരിക്കുകയാണ് അല്ലേ. 10 കൽപ്പനകളെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പാപം ഏറ്റു പറയാൻ അല്ലേ. 10 കൽപ്പനയെ ലംഘിച്ച ആൾക്കാർ കാണത്തില്ല. ഓക്കെ, ഉദാഹരണം, എൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കൽപ്പന ഇവിടെ വായിച്ചാണ് കൽപ്പനയുടെ ചുരുക്കം. നമ്മൾ വീട്ടിൽ നിന്ന് അപ്പച്ചനോടും അമ്മച്ചോടും വഴക്കുണ്ടാക്കിയിട്ട് വന്നാൽ അത് അന്നേരം ഓർത്തോളം നമ്മൾ ബഹുമാനമാണ്. അത് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി പോരുന്നത്, അപ്പനോടും അമ്മയോടും വെല്ലപ്പനോടും വെല്ലുമ്മയോടൊക്കെ വഴക്കുണ്ടാക്കി പോരുന്നത് ബഹുമാനമോ അല്ല, അല്ലേ? ബഹുമാനമല്ല അത്, അത് തെറ്റാണ്. ഈ കൽപ്പന വായിക്കുമ്പോൾ എന്തോ ഓർത്തോണം, അയ്യോ അന്നേരം ഓർത്തോണം ഈ രാവിലെ അപ്പച്ചനോടും അമ്മച്ചോടും വഴക്കുണ്ടാക്കിയ ദൈവമേ ക്ഷമിക്കണം. മോഷ്ടിക്കരുത് അല്ലേ, കൽപ്പന വായിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നേരമാണ് കഴിഞ്ഞ ആഴ്ച മോഷ്ടിച്ച കാര്യം ഓർത്തെന്ന് വിചാരിക്കുക. മോഷ്ടിച്ചെന്ത് ചെയ്യണം, അന്നേരം തന്നെ പറയണം, അയ്യോ കർത്താവ് ക്ഷമിക്കണം, മോഷ്ടിച്ചു പോയി, അറിയാതെ പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയും അല്ലേ. മോഷണം, മോഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ, മോഹിക്കരുത്. എന്തെല്ലാം മോഹങ്ങളാണ് അല്ലേ. ഇവിടെ വന്നത് കൽപ്പന പറയുമ്പോൾ എന്ത് ചെയ്യണം, ദൈവമേ എന്നെ വന്ന എല്ലാ മോഹങ്ങളും അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളും എന്നോട് ക്ഷമിക്കണം എന്ന് ഏറ്റുപറയുന്ന അവസരമാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരാധന മുമ്പോട്ട് പോകുന്നതും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നതും. പാപം ഏറ്റു പറഞ്ഞ് വിശുദ്ധരായി തീർന്ന് വിശുദ്ധ വസ്തുക്കളെ കൈക്കൊണ്ടതിന് ശേഷം വിശുദ്ധരായി നമ്മൾ എന്ത് ചെയ്യാണ്, ആലയത്തിന് പുറത്തേക്ക് പോവാണ്. ആലയം വിട്ടു പോകുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാം ആരായിട്ടാ പുറത്തേക്ക് പോകുന്നത്, വിശുദ്ധരായിട്ടും അല്ലേ, വിശുദ്ധയായിട്ടും വിശുദ്ധനായിട്ടും എന്ത് ചെയ്യും, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് അല്ലേ. ആണോ? നമ്മളെങ്ങനെയാണോ ഇറങ്ങിപ്പോകും. വിശുദ്ധ സംസർഗ ശുശ്രൂഷ പങ്കെടുത്തതിന് ശേഷം, വിശുദ്ധ ആരാധന പങ്കെടുത്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അവിശുദ്ധിയുടെ അനുഭവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇത് നോമ്പിൻ്റെ കാലഘട്ടമാകുന്നുവല്ലോ. നോമ്പിൽ പ്രത്യേകമായി നമ്മൾ ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്ന അവസരങ്ങളാണ്. പാവങ്ങൾ ക്ഷമിക്കുന്ന ആരാണ്? ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക്, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു. ദൈവന്മാരാണ്, വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനാണ് നമ്മൾ പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾക്ക് യാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്തെല്ലാം യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് പാപപരിഹാര യാഗത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പാപപരിഹാര യാഗം എന്ന് പറഞ്ഞാൽ പാപം അതിനുവേണ്ടിയുള്ള യാഗം കഴിക്കുമ്പോൾ യാഗമൃഗത്തിൻ്റെ തലമേൽ ആര് കൈവെക്കണം? ആരുടെ പാപത്തിന് വേണ്ടിയാണോ യാഗം അർപ്പിക്കുന്നത് അവർ കൈവെക്കണം. കൈവെക്കുമ്പോൾ അവൻ്റെ പാപം എല്ലാം എന്ത് ചെയ്യും? ആ മൃഗത്തിന്മേലായി ആ മൃഗത്തെയാണ് എന്ത് ചെയ്യും? യാഗം കഴിക്കുന്നത്. ഞാൻ യാഗമായി തീരുന്നതിന് പകരം ആ മൃഗം അവിടെ യാഗമായി തീരുമ്പോൾ എന്തായി തീരുന്നു? ഞാൻ ശുദ്ധനായി തീരുക. അതാണ് ആ കൺസെപ്റ്റ്. അപ്പോൾ പാപിയായ മനുഷ്യൻ പാപം ഏറ്റു പറഞ്ഞ് പാപത്തിന് എൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ് മൃഗം അല്ലേ, അവൻ ശുദ്ധനായി തീരുകയാണ്. അത് പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിലും രീതികൾ വ്യത്യാസമുണ്ടെങ്കിലും അനുഷ്ഠാനങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും തത്വം ഒന്നു തന്നെയാണ്. പഴയ നിയമത്തിൽ യാഗം കഴിച്ചിരുന്നത് ശുദ്ധീകരണത്തിനാണെങ്കിൽ പുതിയ നിയമത്തിലും ഈ ശുദ്ധീകരണം കൂടാതെ എന്ത് ചെയ്യത്തില്ല, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഇസ്രായേലിനെ വഴി നടത്തിയ അതേ ദൈവമാണ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അതേ ദൈവത്തെ തന്നെയാണ് നമ്മളും ആരാധിക്കുന്നത്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. യേശുവിലൂടെ അല്ലാതെ എന്ത് ചെയ്യത്തില്ല, ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വരുന്നത് ദൈവസന്നിധിയിൽ. അതേ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടിയാണ്, മറന്നു പോകരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനോ, ഞാനല്ലാതെ എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുത്ത് ചെല്ലാനുള്ള വഴി, ഏക വഴി എന്ന് പറയുന്നത് ഈ പുത്രൻ. നമ്മൾ ഓർക്കുക, നോമ്പ് കാലങ്ങളിൽ തിരുവചനത്തിൽ അതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിക്കുക, ധ്യാനിക്കുക. ഓരോ ദിവസവും കൂടുതൽ ദൈവത്തോട് അടുത്ത് വരുവാൻ. നോമ്പിൻ്റെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ റോട്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, വിശുദ്ധനായ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. റോട്ടിൽ നിൽക്കുന്ന നാം ഇങ്ങനെ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന പോലെയാണ് നോമ്പ് സ്വരങ്ങളിൽ നമ്മൾ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവനാമമുള്ള അകലം എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവനാമമുള്ള അകലം കുറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ നോമ്പിൻ്റെ കാലഘട്ടത്തിന് ശേഷം അതിന് തുടർന്നുള്ള നാളുകളിൽ ഏറ്റവും നല്ലൊരു ജീവിതം നയിപ്പാൻ ശക്തി ആർജിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് യഥാർത്ഥ നോമ്പാചരണത്തിൽ. അതിനുള്ള അവസരമാണ് പ്രത്യേകമായ വേദവസം വായിക്കാനും ധ്യാനിക്കാനും
പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് നോമ്പിൻ്റെ അവസരങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് എന്ത് ചെയ്യുക? നമ്മൾ എല്ലാ ദിവസവും വായിക്കുക. പാപങ്ങൾ ക്ഷമിക്കാൻ, മോചിക്കുവാൻ യേശുവാണ് വരെ ഒരു മാർഗം. ഇവിടെ അതിനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ ആ വേദഭാഗങ്ങളാണ് നമ്മൾ വായിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിനോട് പറയുക, ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ പാപം ക്ഷമിക്കണം. അവസാനം പ്രാർത്ഥിക്കുക, യേശു മൂലം പ്രാർത്ഥിക്കും, യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം എന്ന് പറയും. അപ്പോൾ നമുക്ക് പുതിയ ശക്തി ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പുതുജീവൻ നയിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് തിരുവചനം വായിച്ച്, പ്രാർത്ഥിച്ച്, ധ്യാനിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുവാൻ, ദൈവം എങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുന്ന ദൈവത്തിൻ്റെ എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നതിനെക്കുറിച്ച് ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിക്കാൻ, സന്ദേശം ഉൾക്കൊള്ളുവാൻ, കൂടുതൽ ദൈവത്തോട് എടുപ്പാൻ, ആന്തരികമായ ശക്തി പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനോട് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.